അങ്ങനെ 6ാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള ദിവസം രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന ഒരു ആശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അക്കോമഡേഷനാണ് ഞങ്ങൾ താമസിച്ചത്. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് കേട്ടോ. അവിടെ താമസിക്കുന്ന എല്ലാവർക്കും നമ്മൾ നേരത്തെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തരും. നല്ല കിടുക്കൻ രുചി, ഒരു രക്ഷയില്ല. നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ പലർത്തും കഴിച്ചിട്ടുണ്ടെങ്കിലും അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ ഫുഡ് ഈ ഇടയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു. ഇവിടെ ഫോണിനുള്ള ഇതാണ് പെട്രോൾ കൊണ്ടുപോകുന്നു, ഗ്യാസ് കൊണ്ടുപോകുന്നു എന്നൊക്കെ കേട്ടിട്ടേ അങ്ങനെ പല വണ്ടികൾ ഇടിച്ച് പലരും മരിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ മരിക്കണമെങ്കിൽ ഈ സാധനം ഇടിച്ച് മരിക്കണം. ലെൻഫിഡിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ മദ്യങ്ങളിൽ ഒരെണ്ണം. അങ്ങനെ ഞങ്ങൾ ഫാൽ ക്രീക്ക് വീല് കാണാൻ പോവുകയാണ്. നടക്കുന്ന വഴിയാണ്, കുറച്ച് നടക്കണം വണ്ടി പാർക്ക് ചെയ്തിട്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് നടക്കുന്ന വഴിക്ക് തന്നെ. ഇത് കണ്ടോ, ആ സംഭവമാണ്. അതായത് ബോട്ടുകൾ ഒരു താഴ്ന്ന പ്രദേശത്തു നിന്ന് മുകളിലത്തെ പ്രദേശത്തേക്ക് ഉയർത്താനുള്ള ഒരു കണ്ടുപിടുത്തമാണത്. അത് ഭയങ്കര ഒരു ആർക്കിടെക്ചറലി അല്ലെങ്കിൽ ഒരു മെക്കാനിക്കലി സയൻറ്റിഫിക്കലി ഒക്കെ പ്രൂവ് ചെയ്ത് അങ്ങനെ ഒരു സംഭവം ലോകത്ത് വേറെ ഇല്ല. ഒരു ബോട്ടിനെ ഉയർത്തി ആ 7 കെറ്റിലെങ്ങാണ്ട് ചൂടാക്കാനുള്ള എനർജി അത് ഉപയോഗിക്കുന്നുള്ളൂ. ഇത്രയും വലിയ സംഭവം താഴെ നിന്ന് പൊക്കി മുകളിലേക്ക് ആക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവിടെ. അതുമാത്രമല്ല കേട്ടോ, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഡേ മൊത്തം പിള്ളേരെ കൊണ്ട് എൻജോയ് ചെയ്യിക്കാനുള്ള പല സാധനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു ചെറിയ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോകുന്ന ഒരു പ്രതീതി നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ തന്നെ ഉള്ള ഒരു പിള്ളേർക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം പിള്ളേരെ അത് ഭയങ്കര എൻജോയ് ചെയ്തു. പിന്നെ അതുപോലെ ഇവർക്ക് ഗോൾഫ് കളിക്കാനുള്ള ഏരിയാസ്, കുറേ പൂന്തോട്ടങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റേ അമ്പ ചെയ്യുന്ന സംഭവമില്ലേ, അതവിടെയുണ്ട്. കുഞ്ഞു കുറേ സാധനങ്ങൾ. നമുക്ക് ആക്ടിവിറ്റീസ് പൈസ പേ ചെയ്യണം കേട്ടോ. 5 പൗണ്ടാണ് ഇപ്പം ഈ ഗോൾഫിന് ഒരാൾക്ക്. അതുപോലെ തന്നെ വെള്ളത്തിൽ ബോട്ടിൽ കുഴയുന്നത് 5 പൗണ്ട്. മറ്റേ ആരോയുടെ 12 പൗണ്ട് ഒരാൾക്ക്. അങ്ങനെ കുറച്ച് പ്രൈസ് ഉള്ളെങ്കിലും പിന്നെ ഫുഡിൻ്റെ ഒരുപാടൊന്നുമില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കഴിക്കാനും എൻജോയ് ചെയ്യാനും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി കേട്ടോ, അതും കൂടെ ഇവിടെ പറഞ്ഞേക്കാം. ഞങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്തു, പിന്നെ അത് കയറാനുള്ള. അത് കഴിഞ്ഞിട്ടാണ് ഈ പിള്ളേരുടെ പ്ലേ ഏരിയയിലേക്ക് വന്നത്. പ്ലേ ഏരിയയിൽ ഇതുപോലെ ക്യൂ നിൽക്കണം, ഒരിടത്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങണ്ട, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ കറക്റ്റ് 3:05 പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിയാകുമ്പോഴത്തേക്കും അവർ ആളെ കയറ്റി. ആ 3:05 1 മിനിറ്റ് മുന്നേ ഉള്ളപ്പം അവർ ആ കയറ്റുന്നിടത്തുനിന്ന് ഈ ഫാൽ ക്രീക്ക് വീലിൻ്റെ അങ്ങോട്ട് ബോട്ട് പോവും. അപ്പം ഞങ്ങൾ വന്നപ്പം 3:01. നമ്മൾ സാധാരണ ബസ്സൊക്കെ ഇച്ചിരി ലേറ്റ് ആയിട്ടല്ലേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്ലോട്ട് മിസ്സായെന്നുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, വീട്ടിൽ പോകുന്നു വേണ്ട, അവിടെ അകത്ത് ചെന്ന് സംസാരിക്കുക, അവർ സ്ലോട്ട് മാറ്റി തരും. പക്ഷേ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞുള്ള സ്ലോട്ടൊന്നും കിട്ടത്തില്ല. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞുള്ള സ്ലോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പെട്ടുപോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഒരു സംഭവത്തിലും പോകാനോ എടുക്കാനോ കാണാനോ ഒന്നും പറ്റിയില്ല അന്നത്തെ ദിവസം. ഞങ്ങൾ ആ ഒരു എൻവയോൺമെൻറ്റിൽ തന്നെ ഗോൾഫൊക്കെ കളിച്ച് അങ്ങനെ അങ്ങ് സെറ്റായി. അവിടെ ഫുഡ് ഉണ്ടായിരുന്നു, ജലോപ്പിയൻസൊക്കെ വെച്ചിട്ട് നമ്മുടെ മറ്റേ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമില്ലേ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഓടി നടന്നൊന്നും കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാണുന്നവർക്ക് നന്നായിട്ട് കാണുക, എൻജോയ് ചെയ്യുക, അതൊരു ഓർമ്മയായിട്ട് വയ്ക്കുക. അല്ലാണ്ട് ഓടി നടന്ന് കണ്ടാലും നമുക്ക് കാഴ്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ്പീരിയൻസുകൾ ഇങ്ങനെ ചെയ്തും പിടിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവത്തില്ലല്ലോ. ഈ ഗോൾഫ് കളിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയെങ്കിലും പിള്ളേരെ ഇങ്ങനെ കണ്ടങ്ങ് പോകുന്നല്ലാതെ നിന്ന് കളിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം അതങ്ങ് തീർച്ചയായിരിക്കും അങ്ങ് എൻജോയ് ചെയ്ത്. അപ്പം വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, നല്ല പാടാതെ കളിക്കാൻ. നമ്മൾ വിചാരിക്കും ഈ കുഴിയിലേക്ക് അങ്ങ് വീണാൽ പോരെയെന്ന്. കുഴിയുടെ അടുത്ത് കൊണ്ടുവന്ന് നമ്മൾ തട്ടിയാൽ പോലും അതിനകത്തേക്ക് ചാടത്തില്ല. അത്രയും ഒരു ടെക്നിക്കലിയാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫാൽ ക്രീക്കിൻ്റെ എക്സ്പീരിയൻസ് പറയാം. അതിൽ കയറിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന്. കയറിയിട്ട് ഭയങ്കര കൂറയായിരുന്നു വെച്ചാൽ നമ്മുടെ പൈസയ്ക്കുള്ള ഒന്നുമില്ല. അതിനെ കണ്ട് ഞങ്ങൾക്ക് 5 പേർക്ക് കൂടി 77 പൗണ്ട് എങ്ങാണ്ടായി. ഹിസ്റ്ററി അറിയണമെങ്കിൽ ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവം, ഇതുപോലെ വേറൊന്നും ലോകത്തിൽ ഇല്ല എന്ന് കേട്ടുകൊണ്ടാണ് നമ്മളിതിൽ കയറുന്നത്. അപ്പോൾ അവർ പറയുന്നത് മൊത്തം ഇത് എന്തുകൊണ്ടുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി, ഈ ഐഡിയയുടെ പുറകെ ആരായിരുന്നു, എന്തൊക്കെ കഷ്ടപ്പാടുകൾ അവർക്ക് സഹിക്കേണ്ടി വന്നത് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. അതൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കയറാം. പിന്നെ ഈ സ്കോട്ടിഷ് ആക്സെൻ്റ് ആണേ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല.
അവർ പിന്നെ പറയാനുള്ളത് ഒന്നും അവർക്ക് പറയാനില്ല. അവരെന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പുറമായിട്ട് നോക്കൂ, ഇപ്പുറമായിട്ട് നോക്കൂ, മുകളിലേക്ക് നോക്കൂ, താഴോട്ട് നോക്കൂ. ഇതിലേക്ക് നോക്കാനായിട്ട് ഒന്നും കാണാനില്ല. മുകളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കിടെക്ടിനും ഡിസൈനറിനും ഇത് വലിയ സംഭവമായിരിക്കും. നമുക്കിത് വലിയതായിട്ടൊന്നും തോന്നിയില്ല. ഞങ്ങൾ അവിടെ അത് കയറിയിട്ട് ഉറങ്ങുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഉറങ്ങുമായിരുന്നു. നല്ല രസമാണ് എൻ്റെ അകത്ത് ഉറങ്ങാൻ. ഫെലിക്സ് കൂർക്കം വലിച്ചുറങ്ങുമായിരുന്നു. ഞാൻ ഇനി അവിടെ മോള് വരെ കിടന്ന് ഉറങ്ങി. പിന്നെ ഇത്രയും പൈസ കൊടുത്ത് കയറിയതല്ലേ എന്നോർത്ത് കുറച്ച് നേരം എഴുന്നേറ്റിരുന്നു. പിള്ളേർക്ക് ബോറടിച്ചിട്ട് വയ്യായിരുന്നു, മമ്മിക്ക് ബോറടിച്ചിട്ട് വയ്യായിരുന്നു. ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഇത് എൽസയ്ക്ക് ഒട്ടും ഇത് ഫീൽ ചെയ്യാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിത് ഡ്രോൺ ഉള്ളതുകൊണ്ട് നമുക്കിതെല്ലാം ഇതിനെക്കാട്ടിലും മനോഹരമായിട്ട് നമുക്ക് ഡ്രോണിൽ മൊത്തം ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അന്നേരം ഞങ്ങളിത് ഡ്രോണിൽ കാണുന്നില്ല. പക്ഷെ എൻ്റെ മോളിൽ കയറി നിന്നിട്ട് ഞാൻ ചുറ്റുംപുറം നോക്കുന്നുണ്ട്. ഈ പെണ്ണുമ്പിള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഭാഗം മനസ്സിലാവണ്ടേ. അവരുടെ ആക്സെന്റ് കാരണം ഒരു കുന്തോ മനസ്സിലാവണില്ല ഒന്നാമത്. പിന്നെ കണ്ടോ എല്ലാവരുടെയും മുഖം കണ്ടോ, ലോലയൊക്കെ കൈ തൊഴുക, എൻ്റെ അമ്മയെ എന്നെ ഒന്ന് ഇറക്കി വിടാമോ എന്ന് ചോദിച്ചോണ്ട്. അങ്ങനെ ഞങ്ങളുടെ സംഭവബഹുലമായ 6 ദിവസത്തെ ട്രിപ്പ് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. ഇനി ഡ്യൂട്ടി. അയ്യോ.